ഈ പ്രശ്നം തുടങ്ങുന്ന എവിടെയാണെന്ന് എൻ്റെ ഒരു വിലയിരുത്തൽ 2021 തെരഞ്ഞെടുപ്പോടു കൂടിയാണ്. വീണ്ടും ഒരു പിണറായി സർക്കാർ വരും എന്ന് ഒരിക്കൽ പോലും കേരളത്തിലെ പ്രതിപക്ഷമോ കേന്ദ്രത്തിലെ BJPയോ വിചാരിച്ചിരുന്നില്ല. പിന്നീട് അവരിതിനെ റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോഴാണ് കിഫ്ബി വഴി നമ്മൾ സർക്കാർ നടത്തിയിട്ടുള്ള വലിയൊരു വികസനം, സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് പാലങ്ങൾ, റോഡുകൾ, ഇങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ഈ കിഫ്ബിയിലൂടെ നടത്തി കഴിഞ്ഞത്. അപ്പോൾ മനസ്സിൽ കൂട്ടിയ ഈ കിഫ്ബി ഇനി മുതൽ ഉണ്ടാവാൻ പാടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പിന്നീട് എന്താ നമ്മൾ സാമൂഹ്യ സുരക്ഷാ കാര്യങ്ങൾ, അത് പെൻഷൻ വരും, പെൻഷന് വേണ്ടി പ്രത്യേകം ഒരു ബോർഡ് വെച്ചിട്ട് ആദ്യത്തെ പിണറായി കമ്പനി വെച്ചിട്ട് ആദ്യത്തെ പിണറായി സർക്കാർ ഒരു മാസം പോലും മുടങ്ങാതെയാണ് ഈ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. തീർത്തു കൊടുക്കുകയാണ്. മന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏകദേശം 22,000 കോടി രൂപ അതിൽ കുടിശ്ശികയുണ്ടായിരുന്നു. പക്ഷേ അത് ആ കുടിശ്ശികയെല്ലാം വീട്ടി ഇപ്പോൾ 10,000 കോടിയിലേക്ക് അത് കുറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. കിറ്റ് പക്ഷേ ആ കമ്പനിക്കുള്ള പണം ഭാഗമാക്കി കിഫ്ബിയിൽ നിന്ന് എടുത്ത പൈസ പോലും ഈ നമ്മുടെ ബജറ്റിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ കടമെടുപ്പിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റേത് പ്രത്യേകമായി നിന്നായിരുന്നു കിഫ്ബിയുടെ പൈസ. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദേശീയപാതാ വികസനത്തിന് വേണ്ടി ഏതാണ്ട് ഒരു 16,000 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് കൊടുത്തിരുന്നു. ആ പൈസ പോലും ഈ കേന്ദ്ര സർക്കാർ, അതായത് ദേശീയപാത എന്ന് പറയുന്നത് ശരിക്കും കേന്ദ്രത്തിന്റെ ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിന് വേണ്ടി കിഫ്ബി കൊടുത്ത പൈസ പോലും തിരിച്ചു തരാൻ ഈ ഷമി പറഞ്ഞതോട് എനിക്ക് അതിനോട് പറയാനുള്ളത്, ഇപ്പോൾ കിഫ്ബിയുടെ പണം നമ്മുടെ പൊതുകടത്തിന്റെ അക്കൗണ്ടിൽ പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ. അങ്ങനെയാണെങ്കിൽ ദേശീയപാത അതോറിറ്റി അവിടെ പെടുത്തേണ്ടതാണ്. അതെ, ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച ക്യാബിനറ്റ് സമിതി അംഗീകാരം കൊടുത്തിരിക്കുന്ന 2.5 ലക്ഷം കോടി രൂപ കടമെടുക്കാനാണ്. പക്ഷേ ആ തീരുമാനത്തെ മറികടന്നുകൊണ്ട് 4.6 ലക്ഷം കോടി രൂപയാണ് ഇത്തവണ ദേശീയപാത അതോറിറ്റി കടമെടുത്തിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ പൊതുകടത്തിൽ അവർ പെടുത്തുന്നതേ ഇല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. മാത്രമല്ല കിഫ്ബി മോഡൽ ഒരു സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവിടെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല. ഇവിടെയാണ് പ്രശ്നം. അല്ല NPC അത് നമ്മൾ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഈ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കാൻ പൈസ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നില്ല. കേരളമാണ് അത് കൊടുക്കുന്നത്. അപ്പം കേരളത്തിന്റെ കയ്യിൽ നിന്ന് ഈ പൈസ ഞങ്ങൾക്ക് വേണം. അതിൻ്റെ ഒരു വിട്ടുവീഴ്ചയില്ല. കേരളം പൈസ ഉണ്ടാക്കാൻ പാടില്ല. കേരളം ഇത് കിഫ്ബിയിൽ നിന്നോ മറ്റ് തലത്തിൽ നിന്നോ ഉണ്ടാക്കാൻ പാടില്ല.